ഹലോ ഹസീന, റിസൾട്ട് വന്നു നമ്മുടെ. നീ നോക്കിയില്ലേ? അനക ഞാൻ നോക്കിയിട്ടാ. നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് ഫുൾ A+ ഉണ്ട് ഹസി. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. ഞാനൊക്കെ കഷ്ടി പാസ്സാണ് മോളെ, അതുകൊണ്ട് ഞാൻ ഗ്രേഡൊന്നും പറയൂല. നീ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ? ഓ, അനക്ക് എന്താ, ഞാൻ പാസ്സാവും തന്നെ വിചാരിച്ചില്ല, അപ്പോഴാണ് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കണത്. എനിക്ക് പരീക്ഷ അത് കേൾക്കുമ്പോ തന്നെ ദേഷ്യ. അതെ അനക, ഒരു വിശേഷം കിട്ടാ പറയാൻ. എന്താ ഹസി? എന്റെ നിക്കാഹ് ഉറപ്പിച്ചു. കല്യാണോ? ഇക്കാന്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് ഈ പെണ്ണ് കാണാൻ വന്നതേ. ഇക്കാനും ഇക്കാന്റെ വീട്ടുകാർക്കൊക്കെ എന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടായി. ഇക്കാന്റെ പേരെന്താ? ഫാസില്. ഓ, അപ്പൊ നീ ഡിഗ്രിക്ക് ചേരണില്ലേ? എനിക്ക് ഡിഗ്രിക്ക് ഒന്നും പഠിക്കേണ്ടത്, നിനക്ക് അറിയാലോ എനിക്ക് പഠിക്കാനൊന്നും ഇഷ്ടമല്ല. പരീക്ഷ ഇഷ്ടമല്ല, അസൈൻമെന്റും ഇഷ്ടമല്ല. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ സുഖമായില്ലേ, ടിവിയില് സീരിയലൊക്കെ കണ്ടിട്ട് കുത്തിരിക്കാലോ. ഓ, എന്റെ അമ്മ പറഞ്ഞതേ പഠിക്കാൻ കഴിയുന്നിടത്തോളം പഠിച്ചിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്നാ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഇക്കാക്ക് നല്ല ജോലി ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എന്തിനാ ജോലി? കല്യാണം കഴിഞ്ഞ് ഇക്കെന്നെ നന്നായി നോക്കുന്നു ഉമ്മ പറഞ്ഞല്ലോ. പിന്നെ അനക, ഇക്ക എനിക്ക് പുതിയ ഐഫോൺ വാങ്ങി തന്നു. പിന്നെ ഇന്നലെ എന്നെ ടൗണിൽ കൊണ്ടുപോയിട്ട് പുതിയ ഡ്രസ്സും പിന്നെ ഐസ്ക്രീമും KFCയും ഒക്കെ വാങ്ങി തന്നു. ഓ ഹസീൻ, നിന്റെ ഒരു ഭാഗ്യട്ടാ, കല്യാണം ഉറപ്പിച്ച നല്ല അടിപൊളിയാണല്ലേ. പിന്നെ അല്ല, ഇക്ക എന്നെ എന്നും ഫോൺ ചെയ്യും. ഞാനൊന്ന് ഫോൺ എടുക്കാൻ വൈകിയാലേ മൂപ്പർക്ക് ടെൻഷനാ. എന്റെ അമ്മ, ഒരാഴ്ച കൊണ്ട് ഇത്രക്കൊക്കെ ആയോ? അനക്ക, ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടാ, ഇക്ക ഫോൺ ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് ഫോൺ എടുക്കാൻ വൈകിയാ മതി, ഇക്കാക്ക് അത് മതി പിണങ്ങാൻ വേണ്ടിട്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാട്ടാ. ശരി. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഇക്ക. എന്നാ എനിക്കും കല്യാണം കഴിച്ചാലോ? വെറുതെ നീ പഠിച്ചിട്ട് സമയം കളയണ. പുതിയ ഡ്രസ്സും ഫോണൊക്കെ കിട്ടുമല്ലോ. ഹസീനയുടെ ഒരു ടൈമേ. അമ്മ തുണി മടക്കിയൊക്കെയാണോ? അല്ല, ഞാൻ തലകുത്തി നിൽക്കണ്ടേ. അമ്മയെ ഹസീനയുടെ കല്യാണം ഉറപ്പിച്ചുന്നേ. അവൾക്ക് പുതിയ ഡ്രസ്സും ഫോണൊക്കെ അവൾ ഇക്ക വാങ്ങിച്ചു കൊടുത്തുന്ന്. ഓ, അതിനാ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞോ? അത് ഈ വരുന്ന സെപ്റ്റംബറിൽ തികയും. അമ്മയെ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പേര് ആ മാട്രിമോണി സൈറ്റിലൊന്ന് കൊടുത്തു വിട്ടാലേ. വെറുതെ കൊടുത്തു വിട്ടാൽ മതി, വല്ല കാശുകാരന് വന്നാൽ കല്യാണം കഴിക്കാലോ. എന്ത് പറയണു? അനുമോളെ. അതെ അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞാട്ടാ, എനിക്ക് പഠിച്ചാൽ മതിട്ടാ. 7 വർഷങ്ങൾക്ക് ശേഷം. ഹലോ, ഇത് ഹസീനയുടെ നമ്പർ അല്ലേ? അതെ ഹസീനയാണ്. ഇത് ആരാ സംസാരിക്കണേ? ബെസ്റ്റ്, നീ എൻ്റെ സൗണ്ട് പോലും മറന്നുപോയല്ലടി ഹസി. ഞാൻ അനഘയാടി. അനക്ക, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തല്ലോ. ആ സമയത്തായിരുന്നില്ലേ നിന്റെ നിക്കാഹ്? അതിനുശേഷം ഞാൻ MBBS ജോയിൻ ചെയ്തു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ജോയിൻ ചെയ്തതേ. എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഹൗസ് സർജൻസി ചെയ്യാം. ആണോ? എല്ലാം നന്നായി പോണില്ലേ നിന്റെ കാര്യങ്ങളൊക്കെ? ഞാൻ നിന്നെ പഴയ നമ്പറേക്ക് കുറേ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതിലേക്ക് വിളിച്ച് കിട്ടണേ ഇല്ലായിരുന്നു. ആ നമ്പർ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഈ നമ്പർ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതിപ്പോ? എനിക്ക് നമ്മുടെ ക്ലാസ്സിലെ സഫീദയാണ് നിന്റെ നമ്പർ തന്നത്. അവൾ ആദ്യം പറഞ്ഞു തരില്ല, നീ ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞൂന്ന്. പിന്നെ എനിക്കായതുകൊണ്ട് ഞാൻ കുറേ നിർബന്ധം പിടിച്ചുകൊണ്ട് അവള് തന്നതാ. ഞാൻ സഫീദയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ നമ്പർ. ഓ, അവള് തന്നതാ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഈ നമ്പർ ആർക്കും കൊടുക്കണ്ടെന്ന്. എന്താടി നിന്റെ വിശേഷം? എന്ത് വിശേഷാടി, ഇങ്ങനെ പോണു. ഹോസ്പിറ്റലും ഹോസ്റ്റലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും അല്ലേ? നല്ല തിരക്ക് പേഷ്യൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂടി ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ജഗ പുകയാണ്. ഞാൻ ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത്. നാളെ ഞാൻ തിരിച്ചു പോകും. നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം. പരീക്ഷയ്ക്ക് പഠിക്കാൻ കൊത്തിയാവണോടി. ഹസി, നിനക്ക് പഠിക്കാനൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നല്ലോ. എന്തു പറ്റിയടി? ഒന്നുമില്ല. ഇക്ക എന്നെ മൊഴി ചൊല്ലി അനക. ഡിവോഴ്സോ? ഡിവോഴ്സ് തന്നെ. നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ ആ വർഷം തന്നെ ഗൾഫിലേക്ക് പോയിരുന്നേ. അപ്പം എനിക്ക് കുക്കിംഗ് ഒന്നും വലിയ വശമില്ലായിരുന്നു. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുക്കിങ്ങും വീട്ടുപണിയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ മനുഷ്യൻ എല്ലാത്തിലും കുറ്റം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രഗ്നൻ്റ് ആവും കൂടി ചെയ്തു.
അപ്പോൾ എൻ്റെ ഉമ്മ ഗൾഫിലേക്ക് വന്നു. പിന്നെ ഡെലിവറിയൊക്കെ ഗൾഫിൽ വെച്ചിട്ട് തന്നെയാണ് നടന്നത്. പിന്നെ മോൻ 6 മാസമായപ്പോഴാണ് ഉമ്മ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് എന്നും വഴക്കായിരുന്നു. എനിക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, പാചകം അറിയില്ല. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് തടി കൂടിയതിൻ്റെ കളിയാക്കലും കുറ്റപ്പെടുത്തലും വേറെ. മോന് 2 വയസ്സായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞു എന്നെ മൊഴി ചൊല്ലാണെന്ന്. ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണിനെ ഇക്കയ്ക്ക് വേണ്ടാന്ന്. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നു. എന്നോട് ആരും പറഞ്ഞില്ല ഇതൊന്നും. നീ വിഷമിക്കല്ലടാ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഈ സിറ്റുവേഷനിൽ. ഇപ്പോൾ ഡിവേഴ്സായിട്ട് 2 വർഷമായി. മോനെ അംഗനവാടിയിൽ ചേർത്തുവിടെ. ഇനി നിന്റെ പ്ലാൻ എന്താ? അപ്പോ ഉമ്മയും ഉപ്പയും പറയണത് ഒരു നിക്കാഹ് കൂടി കഴിക്കാൻ. എനിക്ക് നിക്കാഹ് നോക്കുന്നുണ്ട് വീണ്ടും. ഒരു കല്യാണത്തിന് കൂടി നീ പ്രിപ്പയർഡ് ആണോ അതിന്? അറിയില്ല മോളെ. ഉപ്പ ആകെ ടെൻഷനില്ല, അതുകൊണ്ട് അറിയില്ല. ഓക്കേടാ, ഞാൻ എന്നെ പിന്നെ വിളിക്കാട്ടാ. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടാ. ശരി. അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഹസിയാണല്ലോ വിളിക്കണത്. ഹലോ അനക, എവിടെയാടി? ഞാൻ ഹസിയാണ്. ഹലോ ഹസി, നീ എത്ര കാലമായി വിളിച്ചിട്ട്? നീ ജീവിച്ചിരിപ്പുണ്ടോ? നീ ഒരു പോക്ക് പോയാൽ അങ്ങ് പോയതാട്ടാ പെണ്ണെ. ഈ ഡയലോഗൊക്കെ ഞാൻ എന്നോടാ പറയേണ്ടത്. നീയും മോശമൊന്നുമല്ലല്ലോ. അല്ല പിന്നെ അനക മോളെ, എന്നെ നിക്കാഹ് കഴിഞ്ഞുട്ടാ. 4 വർഷമായി. ഹസി, നീ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലോ? അപ്പോൾ ഇല്ലടാ, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. നിനക്കറിയാലോ, അതുകൊണ്ടേ. എനിക്കറിയാടി, സാരല്യാട്ടാ. ഇക്കാടെ ഡീറ്റെയിൽസ് പറ. ഹസ്ബൻഡിൻ്റെ പേര് ഹാഷിം. ആള് പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുക. ഓ, നീ ഇപ്പം എന്താ ചെയ്യണേ? ഞാൻ നിക്കാഹ് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ പോയിരുന്നു. ആണോ? ഐ എം പ്രൗഡ് ഓഫ് യു ഹസി. ആടി, ഇക്ക നല്ല സപ്പോർട്ടായിരുന്നു. ഇക്ക തീരെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, വിട്ടില്ല. അങ്ങനെ ആയുർവേദത്തിന്റെ ഫാർമസി കോഴ്സില്ലേ കോട്ടക്കല്, അതിന് ജോയിൻ ചെയ്തു. ഞാൻ പഠിച്ചിറങ്ങിയ വർഷേ PSC വിളിച്ചു ഡിപ്പാർട്ട്മെന്റിലെ. അത് ഞാൻ എഴുതി. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ട് എൻ്റെ പേര്. എൻ്റെ അമ്മോ, മൊത്തം ഗുഡ് ന്യൂസ് ആണല്ലോ പറയാൻ വേണ്ടിയിട്ട്. ഓഹോ, അപ്പൊ നീ ഗവൺമെന്റ് ജോലിക്കാരിയായല്ലോ. ചെലവുണ്ടിട്ടാ മോളെ, ചെലവുണ്ട്. അനക, അടുത്ത മാസം 1-ന് ജോയിനിങ് ഡേറ്റ്. ഇപ്പൊ എവിടെയാ? എന്ത് PGക്ക് ജോയിൻ ചെയ്തോ? PGക്ക് ഒന്നും ജോയിൻ ചെയ്തില്ല ഹസി. ആ വർഷം എനിക്ക് PG കിട്ടിയില്ല. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞൂടാ ഹസി. നീ വിളിച്ചില്ലല്ലോ കല്യാണത്തിന്. ശരി. അതെ, ഞങ്ങളുടെ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ നിർബന്ധപ്രകാരം അങ്ങനെ നടത്തി തന്നുള്ളവര്. ഹൗസ് ഏജൻസി കഴിഞ്ഞ ഉടനെ ഞാൻ വിഷ്ണുവിനെ മാരി. അതിന്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പോൾ എനിക്ക് ജോലി രാജിവെക്കേണ്ടി വന്നു. പ്രഗ്നൻസിയിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ മോൾക്ക് 5 മാസമായിട്ടേ ഉള്ളൂ. ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് 2 വീട്ടുകാരുടെയും വലിയ സപ്പോർട്ടൊന്നുമില്ല. ഞാനും വിഷ്ണു പിന്നെ എൻ്റെ മോളും മാത്രം. ഓ, വിഷ്ണു ഇപ്പൊ എന്ത് ചെയ്യാ? വിഷ്ണു പീഡിയാട്രീഷ്യൻ ആടാ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ. ഓ മോളെ, നിനക്ക് ഇനിയും പഠിക്കാലോ. കുട്ടിയൊക്കെ അങ്ങ് കൂട്ടത്തിൽ കൂടെ വളർന്നോളില്ലേ. പിന്നെന്താ? ഇനിയും PG എൻട്രൻസിന് വേണ്ടി പഠിക്കണം. PGക്ക് ജോയിൻ ചെയ്യണം. ഒരു പ്രസവം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്വപ്നങ്ങളുടെ ആഗ്രഹങ്ങളുടെ അവസാനം എന്നല്ലല്ലോ. ഹസി, നീ ഇപ്പൊ ഹാപ്പി അല്ലേ? എനിക്ക് അത് മതി. നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്, ഒരു സാഹചര്യത്തിന് മുന്നിലും തോറ്റു കൊടുക്കരുത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഈ ഇരിക്കുന്ന ഹസീന. ഒരു മിനിറ്റ്, ഹാഷിമ് കോൾ ചെയ്യുന്നുണ്ടല്ലോ. നീ വെച്ചോ ഹസി, വെറുതെ നിന്റെ ഹാഷിമിക്ക് എന്നെ പിണക്കണ്ട എനിക്ക് വേണ്ടിയിട്ട്. ഓ പിന്നെ ഹാഷിമിന് ഭ്രാന്താണല്ലോ. ഞാനൊന്ന് ഫോൺ എടുത്തില്ല എന്ന് കരുതി പിണങ്ങാൻ വേണ്ടിയിട്ടേ. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഹാഷിം മെസ്സേജ് അയച്ചോളും. അതാണ് മോളെ. അനക്ക, ഞാൻ നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യണേ. ശരിടി മോനെ, സ്കൂളിൽ വിട്ട് വരാൻ സമയം. ഞാൻ പിന്നെ വിളിക്കാട്ടാ. ശരി. ജീവിതം അങ്ങനെയാണ്. ഇന്ന് നമുക്കൊരു മോശം അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ അതിൽ തളർന്നിരിക്കരുത്. നാളത്തെ ദിവസം നമ്മുടെ ആയിരിക്കും. നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.